ഹലോ, അസ്സലാമലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു പയറ് തോരൻ വെച്ചാലോ? അടിപൊളി ഒരു പയറ് തോരനാണ് ഇവിടെ വെച്ചേക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം ഈ പയറ് തോരൻ വെച്ച് നമുക്കൊരു പറ ചോറ് കഴിക്കാം. അതുപോലുള്ളൊരു തോരനാണിത് കേട്ടോ. അടിപൊളി തോരൻ പയറിൻ്റെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ട്, എനിക്ക് സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പയറ് തോരന് വേണ്ടി എന്തൊക്കെ വേണമെന്ന് ഞാൻ പറയട്ടെ. പയറ് തോരന് പയറാണ് വേണ്ടത്. അതിന് ഞാൻ ഇവിടെ കുറച്ച് പയറെടുത്ത് വെച്ചിട്ടുണ്ട്. മണ്ടത്തരവും പൊട്ടത്തരവും ഒക്കെയാണ് ഞാൻ വിളിച്ചു പോകുന്നതെന്ന് ഓർക്കല്ലേ ആരും. അപ്പം നല്ല പയറാണ് കേട്ടോ, നല്ല അരിയാൻ പറ്റിയ നല്ല പയറാണ്. കാണുമ്പോൾ തന്നെ അറിയാം. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ പയർ, മൂത്ത പയറെന്നൊക്കെ വിചാരിക്കും. അല്ലല്ല, നല്ല കിളയ പയറാണ്, അരിയാൻ പറ്റിയ പയറാണിത്. അടിപൊളി. അപ്പം ഞാൻ കുറച്ച് പയറെടുത്ത് ഇതൊന്ന് നല്ലതുപോലെ ചെറുതായിട്ട് ഞാനൊന്ന് അരിഞ്ഞു കൊണ്ടുവരട്ടെ. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ ചെറിയ രീതിയിൽ ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നല്ലപോലെ കഴുകി വാരി എടുത്തുകൊണ്ട് വരാം. ഓക്കെ, ഇതൊന്ന് കഴുകട്ടെ കേട്ടോ. ഞാൻ നല്ലപോലെ കഴുകിയെടുക്കുകയാണ്. കഴുകി ഞാനൊരു വേറൊരു ചീനച്ചട്ടിയിലോട്ട് പകർന്ന് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിലോട്ട് വെച്ച് പിന്നെ അതിനകത്തോട്ട് കുറച്ച് കൊച്ചുള്ളി, പച്ചമുളക് ഇത്രയും ഞാൻ അരിഞ്ഞ് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. പാകത്തിന് ഉപ്പിടാം നമുക്ക്. ഉപ്പിട്ട് അതിന് വേണ്ട കുറച്ച് വെള്ളം, വേവുന്നതിന് പയർ വെന്ത് കിട്ടുന്നതിനനുസരിച്ച് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് ഇനി നമുക്കൊന്ന് നല്ലപോലെ ഉപ്പെല്ലായിടത്തും പകർന്നതിന് വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തിട്ട് നമുക്കെന്ത് ചെയ്യാം, ഇതൊന്ന് അടച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചു കൊണ്ടുവരാം. പയർ ഒന്ന് വെന്ത് കിട്ടുന്ന രീതിയിൽ നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാം. ഓക്കെ, അപ്പോൾ അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോൾ പിന്നെ ഞാനിതാണ്ട അതിനുള്ള അരപ്പാണ് എടുക്കുന്നത്. 3-4 പച്ചമുളകും, കൊച്ചുള്ളി, പിന്നെന്തുവാ കുറച്ച് തേങ്ങ എടുക്കാം. തേങ്ങ എന്ന് പറഞ്ഞാൽ മോള് തേങ്ങ തിരുകി എനിക്ക് ഡപ്പയ്ക്കകത്താക്കി കൊടുത്ത് വിട്ടതാണ് ഞാൻ പറഞ്ഞത് പ്രകാരം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് തേങ്ങയൊന്നും തിരുകാനൊന്നും പറ്റത്തില്ല. കൈ പ്രസ് ചെയ്ത് തേങ്ങ തിരുകാൻ പറ്റത്തില്ല. അപ്പോൾ അതിനായിട്ടാണ് മോൾ ഇച്ചിരി തേങ്ങയൊക്കെ തിരുകി കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ചെറിയ ജോലിയൊക്കെ ഞാൻ ചെയ്യാൻ വിചാരിച്ചത് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത്രയും അരയ്ക്കാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് ഒരു ശകലം പെരുംജീരകം. അത് പെരുംജീരകം ചിലവർക്ക് ഇഷ്ടമാകത്തില്ല. അത് ആവശ്യത്തിന് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി. പെരുംജീരകത്തിൻ്റെ ചിലവർക്ക് അത്ര താല്പര്യം കാണത്തില്ല. അപ്പം ഞാനൊരു പിന്നെ ഇതിനകത്തോട്ട് ഒരു ശകലം പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൂടി ഞാൻ ചതച്ച് എടുത്തുകൊണ്ട് വെച്ചേക്കാം. പിന്നെ അപ്പോഴത്തേക്കും പയർ വെന്ത് ആയി, നല്ലപോലെ വെന്തിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് പയർ. ഓക്കെ, അപ്പം നമുക്ക് ഞാൻ ചെയ്യുന്നത് വേറൊരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ച് ഞാൻ അതിലോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ഇച്ചിരി എണ്ണയെ ഒഴിച്ചുള്ളൂ, ഒരുപാട് എണ്ണയൊന്നും ഇപ്പോൾ ഞാൻ ഒഴിക്കുന്നില്ല. അറിയാമല്ലോ, എനിക്കിനിയിപ്പോൾ എണ്ണയൊന്നും ഒരുപാടൊന്നും ഒഴിച്ചൊന്നും കഴിക്കാനൊക്കത്തില്ല. ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തോളൂ. അപ്പോൾ ആ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ ഞാൻ ശകലം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കടുക് അത് ശേഷം ഞാൻ പിന്നെ ഇച്ചിരി കറിവേപ്പില ഉണ്ടായിരുന്നു, ശകലവേ കറിവേപ്പില ഉള്ളായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്കിതിനകത്തോട്ട് ഞാൻ ഇച്ചിരി അരപ്പ് അരച്ചിട വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. മൂപ്പിച്ചെടുക്കണ്ട, ഒന്ന് പുരട്ടി കൊടുക്കുകയാണ്. അരപ്പും കടുകും എല്ലാം കൂടെ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് നമുക്കിനി ഇതിനകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പയറുണ്ടല്ലോ അതും കൂടെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ അരപ്പൊന്നും കൂടെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ ഈ പയറെടുത്ത് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് അരപ്പും പയറും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു തോരനാണ് കേട്ടോ, ഒരുപാട് പാടൊന്നുമില്ല. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. നല്ലപോലെ ഒന്ന് ഇളക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണേ, ഫുള്ളായിട്ട് കണ്ട് എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ പയറ് തോരൻ്റെ ഒരു വീഡിയോസ്.
ഒരുപാടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത് തരണം. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞാൻ പിന്നെ ഒരു ചമ്മന്തിയും കൂടെ ഒക്കെ അരച്ചായിരുന്നു. ആ ചമ്മന്തിയും പയറും കൂട്ടിയാണ് ഞാൻ ചോറുണ്ടത്. എനിക്കത് വലിയ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ കഴിക്കുന്നത്. മീൻകറി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും എനിക്കില്ല. മീൻകറി അത്രയൊന്നും വലിയ എന്തോന്നുമല്ല, എനിക്ക് താല്പര്യവുമല്ല. അപ്പം നമ്മുടെ പയറ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് അടച്ച് വെച്ചൊന്ന് ആവി കയറ്റട്ടെ. ഓക്കെ, അപ്പോൾ എൻ്റെ പയറ് തോരൻ ക്ലിയറായി. ഓക്കേ.